നിന്നിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് ലെറ്റർ വാങ്ങി വരൂ, വണ്ടി ഫിറ്റ് ആണെന്ന്. എന്നിട്ട് ഞാൻ വന്ന് പരിശോധിക്കാം. സാർ, ഇന്നേക്ക് 3 ദിവസമായി വണ്ടി ഓടിയിട്ട്. ടാക്സ് അടയ്ക്കേണ്ട തീയതി. മിസ്റ്റർ, പാസഞ്ചേഴ്സിന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ബസ്. ടെമ്പററി പെർമിറ്റ് ഉള്ള ഒരു ബസ് ഇപ്പൊ ആ റൂട്ടിൽ ഓടുന്നുണ്ടല്ലോ. പോണം. എന്റെ ഭാഗത്ത് നിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട, ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കണ്ട. ഞങ്ങൾ പിന്നെ പോകാനാ പറഞ്ഞത്. സാർ, പോകാൻ പറഞ്ഞ സാർ, ഞാൻ ഗൾഫ് മോട്ടോഴ്സിന്റെ ഓണറാണ്, മുരളീധരൻ. സാർ, ഞാൻ 7 കൊല്ലം ഞാൻ 7 കൊല്ലം ഗൾഫിലായിരുന്നു. അവിടുത്തെ സമ്പാദ്യം എല്ലാം ഉപയോഗിച്ചാണ് ഞാൻ ഈ ബസ് വാങ്ങിച്ചത്. ഡ്രൈവറുടെ അശ്രദ്ധ മൂലം അത് ഈയിടെ ഒരു മുറുക്കാൻ കട ഇടിച്ചു പൊളിച്ചു. ആ വകുപ്പിൽ ഒരു 8,000-ഓളം രൂപ എനിക്ക് നഷ്ടമായി. ഞാൻ ആ ദേഷ്യത്തിന് ഡ്രൈവറെ ഒന്ന് വഴക്ക് പറഞ്ഞു. അതിന് തൊഴിലാളി യൂണിയൻ നേതാവ് എന്നെ വന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന ഈ 7 കൊല്ലം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല സാർ. അതേ ഡ്രൈവർ നിരപരാധിയെ എന്നോട് പറഞ്ഞു സാറിന് കൈക്കൂലി തരാൻ. ഇതേ സംഭവം ഗൾഫിലായിരുന്നെങ്കിൽ എന്റെ തല പോലും കാണില്ലായിരുന്നു. സാർ എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ. അതിലെനിക്ക് വളരെ നന്ദിയുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അഭിമാനത്തെ ഞാൻ ചോദ്യം ചെയ്തു. അതിലെനിക്ക് വിഷമമുണ്ട് സാർ. പ്ലീസ് സാർ. എടോ, തന്നെ പോലുള്ള പൊതുജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. RTO ഓഫീസ് ജീവനക്കാരും വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഭയങ്കര കൈക്കൂലിക്കാരാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ആ ധാരണ തെറ്റാണ്. തന്റെ 50 രൂപ കൊണ്ട് കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. തനിക്കറിയാമോ, എന്റെ വീട്ടിൽ TV ഉണ്ട്, VCR ഉണ്ട്, പൂന്തോട്ടമുണ്ട്. ഗേറ്റിൽ കാവൽ നിൽക്കാൻ ഗൂർഖകൾ 3 എണ്ണം, അൽസേഷൻ പട്ടികൾ, നന്നായി കുരക്കുന്ന അൽസേഷൻ പട്ടികൾ 5 എണ്ണം. ഈ പട്ടികൾക്ക് ഇറച്ചി വാങ്ങാൻ മാത്രം 150 രൂപ വേണം ദിവസവും. തന്റെ ഈ 50 രൂപയുണ്ടല്ലോ, എന്റെ വീട്ടിൽ ദിവസവും ധർമ്മത്തിന് വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ തികയില്ല. എല്ലാം ശരിയാണ് സാർ. പക്ഷേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ദിവസവും ധർമ്മത്തിനായി സാറിന്റെ വീട്ടുപടിക്ക് നിൽക്കേണ്ടി വരും സാർ. ഞാൻ ഫൈൻ കെട്ടാം സാർ, ടയർ മാറ്റാം സാർ, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ആധുനിക മരുന്നുകൾ വാങ്ങിച്ചു വെക്കാം സാർ. സാർ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്ലീസ് സാർ, പ്ലീസ്. ആദ്യമായിട്ടായതുകൊണ്ട് തൽക്കാലം തന്നെ ഞാൻ വിടാം. പക്ഷെ ഒരു കാര്യം താൻ മനസ്സിലാക്കിക്കോളൂ, വെഹിക്കിൾ ഇൻസ്പെക്ടർമാരോട് കളിച്ചവരാരും അവന്റെ വീടിന്റെ ഗേറ്റിന് പുറത്ത് ബസ്സിറക്കിയിട്ടില്ല. ഇല്ല സാർ. ഫൈൻ അടച്ചിട്ട് പോയിക്കോളൂ. ബട്ട് ഹിയർ ആഫ്റ്റർ എവറിത്തിങ് ഷുഡ് ബി ഇൻ പെർഫെക്റ്റ് കണ്ടീഷൻ. ഓക്കെ? കംപ്ലീറ്റ് പെർഫെക്റ്റ് സാർ. എന്റെ RC ബുക്ക് ഇതോ ഇരിക്കുന്ന ആ ചുമപ്പ്. താങ്ക് യു സാർ. സക്സസ്. ചാത്തുക്കുട്ടി, വണ്ടി എടുത്തോ. ടൈമായി. ഞാൻ ഫൈൻ അടച്ചിട്ട് അങ്ങ് വന്നേക്കാം. വത്സ, RC ബുക്ക്. അല്ല, മുതലാളി എങ്ങനെ ഒപ്പിച്ചു? മുതലാളി അതൊക്കെ ഒപ്പിച്ചിടോ. എനിക്കറിയാവുന്ന മുതലാളി എങ്ങനെയെങ്കിലും ഒപ്പിക്കും. ഞാൻ സാറ് പുതിയ ഓണർ ആയതുകൊണ്ട് ഗോവിന്ദൻ നായർ അറിയില്ല. ആവൽ ബാന്ധവൻ ഗോവിന്ദൻ നായർ. ഈ സെക്കൻഡ് ഹാൻഡ് ബസ് ഉടമകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് സാർ. ഞാൻ നോക്കിയപ്പോ ഈ ബസ്സിന് എന്റെ ഒട്ടേറെ സഹായങ്ങൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ ബാഗിലും ചിലത് വീട്ടിലുമൊക്കെയായി നിരവധി സ്പെയർ പാർട്സുകളുടെ ഒരു മിനി ഗോഡൌണാണ് സാർ ഈ ഗോവിന്ദൻ നായർ. സാറിന്റെ ബസ് അങ്ങേയറ്റം കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ്. എന്ത് കുഴപ്പം? അടിമുടി കുഴപ്പം. സെൻട്രൽ ബോൾട്ടിന്റെ അലൈൻമെന്റ് പോയി കിടക്കുകയാണ്. അതുകൊണ്ട് സാറിന്റെ ബസ് നടുവിനടി കൊണ്ട് പട്ടിയെ പോലെയാണ് ഓടുന്നത്. എന്റെ ബസ്സിനെ ഇൻസൾട്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇൻസൾട്ടിങ് അല്ല സാർ, സത്യമാണ് സാർ പറയുന്നത്. അല്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടെങ്കിലോ? അങ്ങനെ പറയും സാർ. എല്ലാത്തിനും ഹാഫ് പ്രൈസ് മതി സാർ. സാറിന്റെ ബസ് ഏത് നിമിഷം അന്ത്യശ്വാസം വരും. ഇയാൾക്ക് എന്തോ നിന്റെ അസുഖമല്ല സാർ, സത്യമാണ് സാർ. എനിക്കൊരു കുന്തവും കേൾക്കണ്ട സാർ. ഹാഫ് പ്രൈസ്. ഇയാൾ ആളെ ഒന്ന് വിടന്നേ സാർ. പകുതി വില. ഞാനിവിടെ എത്ര നേരമായിട്ട് കാത്തിൽക്കണമെന്നു. മുരളേട്ട എവിടെ ആയിരുന്നു? ഞാൻ കുറച്ച് തിരക്കില്ല. നീ പോയിട്ട് പിന്നെ വാ. മുരളേട്ടാ, നാരായണേട്ടൻ എന്നോട് ഹോട്ടലിൽ ചെല്ലണ്ടെന്ന് പറഞ്ഞു. 1-2 ദിവസം ഞാൻ പറയാതെ ലീവ് എടുത്തിരുന്നല്ലോ. അതിന് എനിക്ക് ബസ്സിൽ എന്തെങ്കിലും ഒരു പണി. ബസ്സിൽ ആവശ്യത്തിന് പണിക്കാരുണ്ടല്ലോ. വല്ലപ്പോഴും ബസ് കഴുകുന്ന പണി നോക്കട്ടെ. ഹംസ ലീവ് എടുക്കുമ്പോ പറയാം. ഇവിടെ പണിയിട്ടെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ബസ്സിൽ നിന്ന് ഒരു പെണ്ണ് തെറിച്ചു വീണു. ആളുകൾ ബസ് ഇറങ്ങി വെച്ചിരിക്കുക. അവിടെ ആകെ പ്രശ്നം. മുതലാളി വേഗം കൂടി ചെല്ല്. വേഗം ചെല്ലുന്നേ.
കൂടി അടിക്കല് ആ ഡ്രൈവറും കണ്ടക്ടറും എങ്ങോട്ടോ ഓടിപ്പോയി. അതെ അതെ അതെ, ഞാനാണ് ഈ ബസ്സിന്റെ ഓണർ. ഈ ബസ് കൊണ്ടുണ്ടായ എന്ത് അപകടത്തിനും ഞാൻ ഉത്തരവാദിയാണ്. ഞാൻ ആ സ്ത്രീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോട്ടെ. അവരപ്പൊ തന്നെ ആസ്പത്രി കൊണ്ടുപോയി. കൊണ്ടുപോയോ? എവിടുന്ന് കിട്ടിയടോ തനിക്ക് തല്ലിപ്പൊളി ബസ്? ആ തല്ലിപ്പുള്ളി ബസ്സൊക്കെയാണ്. ഞാൻ പുതിയൊരു ബസ്സിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോ വരും. ആ ബസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. ഞാൻ ഈ പാവം മനുഷ്യനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ. തല്ലി തനിക്ക് കിട്ടും. ആ ശരി, ഡ്രൈവർ ഓർഡർ മാറ്റാം. ആ മാറ്റാം. ഒന്ന് ഞാൻ അപ്പോളേ പറഞ്ഞില്ല ഡ്രൈവർക്ക് കണ്ണ് കാണൂലെന്ന്. ഞാൻ വിസൽ അടിച്ചിട്ടാണല്ലോ അയാൾ ബസ് വിട്ടത്. അടിക്കാത്ത വിസലിന്റെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാൽ അയാൾക്ക് കാതും വർക്ക് ചെയ്യില്ല എന്നല്ല അർത്ഥം. വാ, നിക്ക് നമ്മളെ വണ്ടിയുടെ ഇൻഷൂർ അടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ലേ? അപ്പൊ നഷ്ടപരിഹാരവും നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും. എത്ര കൊടുക്കേണ്ടി വരും? മുൻവാതിലൂടെ വീണ് ബാക്കിലെ ടയർ കയറി ഇറങ്ങിയോന്നൊരു സംശയമുണ്ട്. കയ്യോ കാലോ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷം കൊടുക്കേണ്ടി വരാന്ന് ദൈവത്തിനെ അറിയുള്ളൂ. ലക്ഷോ? ചുമ്മാ ഇരിടോ, പേടിപ്പിക്കുന്ന വർത്താനം പറയാതെ. അള്ളാന് മുരളി, ഞാൻ സത്യം പറയാ. വാ വാ, നമുക്ക് രോഗിനെ കാണാം. ബസ്സിലുണ്ടായിരുന്ന പാഹന്മാരാണ് നിൽക്കണത്. പെണ്ണക്കട്ടിലുള്ളത് തന്നെ. ഈശ്വര, ഇനി ഒറ്റങ്ങൾ നമ്മളെ വേക്കിട്ട് വരുമെന്നുള്ള ആ പേടി. ചുമ്മാ ഇരിടോ. സിസ്റ്ററെ, ബസ് ആക്സിഡന്റ് ആയിട്ട് വന്ന സ്ത്രീയല്ലേ അത്? അതെ, അപകടം ഉണ്ടോ? കാലിന് ഫ്രാക്ചർ ഉണ്ട്. ചിലപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. അയ്യോ. നിങ്ങളുടെ ആരാ? എന്റെ ഒരു ബന്ധു. നിങ്ങൾ നടന്നോ, വന്നേ. പോലീസ് ഇപ്പൊ എത്തും. ചുമ്മാ ഇരിടോ. പോലീസ് വന്നാ എന്നെ ഉപദ്രവിക്കൊന്നുമില്ലല്ലോ. അവര് സത്യം പറഞ്ഞാ കുടുങ്ങിയത് തന്നെ. അയ്യോ, പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? എങ്ങനെങ്കിലും ആ പെണ്ണിനെ പറഞ്ഞ് ചാക്കിലാക്കണം. ആക്സിഡന്റ് ഉണ്ടായത് അവളുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണെന്ന് അവളെ കൊണ്ട് തന്നെ പോലീസുകാരോട് പറയിപ്പിക്കണം. ആ, വാ. വന്നേ. വിളി. ആളുകളൊക്കെ പോയി. ആ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ. പോലീസ് വരുന്നതിന് മുമ്പ് എന്ത് അടവ് പ്രയോഗിച്ചിട്ടെങ്കിലും ആ പെണ്ണിനെ വശത്താക്കണം. ആ. ഇനി ഞാൻ ഇവിടെ നിൽക്കണേ അത്ര പന്തിയല്ല. ആ, അതായത് അങ്ങനെയാണ്. ആ. ശ്ശോ. കുട്ടിയായിരുന്ന കുട്ടിയുടെ പാസ് ഞാൻ പാസ് ഞാൻ ഓഫീസിൽ എഴുതി വെച്ചിരിക്കായിരുന്നു. പിന്നെ കണ്ടതേ ഇല്ലല്ലോ. എവിടെയായിരുന്നു? എന്റെ കാല് പോയി. അയ്യോ, എന്റെ ജീവിതം തൊലഞ്ഞു. കരയല്ലേ, കരയല്ലേ. കുട്ടിക്കൊന്നും സംഭവിക്കില്ല. എന്ത് ചെലവ് വന്നാലും കാല് പരിപൂർണ സുഖം ആകുന്നവരെ ഞാൻ ചികിത്സിക്കും. കാല് പോയിട്ട് ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. അയ്യോ, അങ്ങനെ എനിക്ക് ആരുമില്ല. അയ്യ, അങ്ങനെ പറയല്ലേ. കുട്ടിക്ക് ഞാനില്ലേ? നിങ്ങളൊരു പേരും കള്ളനാ. ഞാനോ? പാസ് എഴുതി നിങ്ങൾ എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞത് പച്ച കള്ളല്ലേ? അതിനുശേഷം ബസ്സിൽ വെച്ച് നിങ്ങൾ എന്നെ കണ്ടിരുന്നില്ലേ? എപ്പോ? അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ പേരും കള്ളനാന്ന്. ടയർ പഞ്ചറായ ദിവസം നിങ്ങൾ എന്നെ കണ്ടില്ലേ? ഇല്ല, സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ടില്ല. എന്റെ കാല് പോയി. എന്റെ ജീവിതം തൊലഞ്ഞു. കുട്ടി എന്നെ വിശ്വസിക്കൂ. കുട്ടി ചിലപ്പോ വിചാരിക്കും ഇയാളൊരു ബസ് ഓണർ ആണല്ലോ, ഇയാളൊരു ബൂർഷയാണല്ലോ, പാവങ്ങളോട് കരുണയില്ലാത്തവനാണല്ലോ എന്നൊക്കെ കുട്ടി ചിലപ്പോ വിചാരിക്കും. പക്ഷെ ഒരു സത്യം കുട്ടി മനസ്സിലാക്കണം. മരുഭൂമിയില് പൊള്ളുന്ന വെയിലത്ത് അറബികളുടെ ആട്ടും തുപ്പും ഏറ്റ് കല്ല് ചുമന്നിട്ടുള്ളവനാണ് ഞാൻ. കഷ്ടപ്പാട് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. NRI അക്കൗണ്ടിൽ കുറച്ച് രൂപ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ബസ് ഞാൻ വാങ്ങിച്ചു. അങ്ങനെ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കുട്ടി എനിക്ക് വേണ്ടി ഒരു ഒറ്റ ഉപകാരം ചെയ്യണം. പോലീസുകാർ വന്ന് ചോദിക്കുമ്പോ സാരി കുടുങ്ങി ബസ്സിൽ നിന്ന് വീണതാണെന്നൊന്ന് പറയണം. പറഞ്ഞു നോക്കൂ പ്ലീസ്, പറഞ്ഞു നോക്കൂ.
ഇല്ലെങ്കിൽ എന്നെ പോലീസുകാർ പിടിക്കും. അവർ എന്നെ തല്ലി ചതയ്ക്കും. നിങ്ങളെ തല്ലിച്ചതച്ചാലേ എനിക്ക് കുറച്ചെങ്കിലും സുഖം കിട്ടും. അയ്യോ, അങ്ങനെ പറയരുത് കുട്ടി, അങ്ങനെ പറയരുത്. ദേ ഇന്ന് മുതല് കുട്ടിയുടെയും കുടുംബത്തിന്റെയും സകല ചെലവും ഞാൻ നോക്കിക്കൊള്ളാം. പ്ലീസ് പ്ലീസ്, ഞാൻ കുട്ടിയുടെ കാര്യം പിടിക്കാം. അയ്യോ ഇല്ല കുട്ടി, ദേ പോലീസുകാർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കുട്ടിയുടെ കുടുംബത്തിന്റെ കംപ്ലീറ്റ് ചെലവ് ഞാൻ നോക്കിക്കോളാം. സാരി കുടുങ്ങി വീണാണെന്നേ പറയാവുള്ളേ. പ്ലീസ് സത്യസന്ധമായിട്ട് പറഞ്ഞോളൂ, സത്യസന്ധമായിട്ട് സാരി കുടുങ്ങി വീണതാണെന്ന് പറഞ്ഞോളൂ. ബസ്സില് സ്ത്രീകൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യമാണ്. സാരി കുടുങ്ങി ആ കുട്ടി ബസ്സിൽ നിന്ന് താഴെ വീണു.